മോർണിംഗിൽ നല്ലൊരു മൂവ്മെൻറ്റ് മിസ്സായി എങ്കിലും നോ പ്രോബ്ലം. ബിക്കോസ് ഫയേഴ്സിൽ ഇന്നൊരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു, ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു ഫയേഴ്സിനകത്ത്. ഇന്ന് നമ്മൾ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഓൾറൈറ്റ്. നമ്മൾ സെറോദ മെയിൻ അക്കൗണ്ടിലാണ് ഇന്ന് ട്രേഡ് എടുത്തത്. അപ്പോൾ യെസ്, മോർണിംഗിൽ നമ്മൾ ഇന്ന് ട്രേഡ് ജസ്റ്റ് ടെസ്റ്റ് ദ വാട്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൽ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. ലോസ് ആണ് ഉണ്ടായത്. ലോസ് ബുക്ക് ചെയ്തു. വൈ? എന്തുകൊണ്ട് ലോസ് ഇവിടെ ബുക്ക് ചെയ്തു? മൊമെൻറ്റം ഇല്ല, മാർക്കറ്റിൽ മൊമെൻറ്റം ഇല്ല. നമ്മൾ ആ സ്റ്റോക്കിനെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് 100 ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. റീസൺ എന്താ? മാർക്കറ്റ് നമ്മളൊരു ഡയറക്ഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടെസ്റ്റ് ദ വാട്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചെറിയ ട്രേഡ് എടുത്തു. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് 12 o'clock 12 മണിക്ക് ഞാൻ നിർത്തുന്നതാണ് ട്രേഡ്. അല്ലെങ്കിൽ 12 മണിക്ക് ശേഷം ഞാൻ അധികം മൊമെൻറ്റം ട്രേഡ്സ് അധികം ചെയ്യാറില്ല, അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ഒന്നും അധികം ചെയ്യാറില്ല. ഓക്കെ, സ്വിംഗ് ട്രേഡ് വേണമെങ്കിൽ ചെയ്യാറുണ്ട്, പക്ഷേ സ്റ്റിൽ. ബട്ട് ഞാൻ 12:40 ഒരു ട്രേഡ് എടുത്തു അല്ലേ. 12:40 ഞാൻ എന്തുകൊണ്ടായി ട്രേഡ് എടുക്കാനുള്ള കാരണം, അത് നമുക്ക് ചാർട്ടിനകത്തേക്ക് പോയിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്തായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ട്രേഡ് സെറ്റപ്പ് എന്തായിരുന്നു, തുടർന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചാർട്ടിനകത്തേക്ക് പോയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, ഫൈൻ. ഓക്കെ, Sunpharma. ഓക്കെ, ഇത് 1 hour ടൈം ഫ്രെയിമാണ്. ഓക്കെ, 1 hour ടൈം ഫ്രെയിം. 1 hour ടൈം ഫ്രെയിമിൽ പ്യുവർ ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ ഫോം ചെയ്യേണ്ട അല്ലേ. ഏതാണ് ആ പാറ്റേൺ? ഇവിടെ. ഓക്കെ, നമുക്കൊരു ഫ്ലാഗ് പാറ്റേൺ, ഒരു ചാനൽ പാറ്റേൺ എന്നൊക്കെ പറയാം. എനിവേ, എന്തായിരുന്നാലും ഇന്ന് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ റെസിസ്റ്റൻസ് എടുത്തു. 1, 2, 3, 4, 5ാമത്തെ തവണ നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നു. യെസ് അല്ലേ. ഈ ബ്രേക്ക് ഔട്ട് മോർണിംഗിൽ എനിക്ക് മിസ്സായി. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഈ 1 hour ടൈം ഫ്രെയിം ഇട്ടു. ജസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ എല്ലാം നോക്കി, എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, 5 മിനിറ്റിനോട്ട് ചാർട്ട് മാറ്റി. ഓക്കെ, 5 മിനിറ്റിലോട്ട് നമ്മൾ മാറ്റുന്ന സമയത്ത്, യെസ്, ജസ്റ്റ് എ മൊമെൻറ്റ്. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം ഈ ഒരു എൻട്രി എനിക്ക് മിസ്സായിപ്പോയി. ഓക്കെ, ഈ ഒരു എൻട്രി എനിക്ക് മിസ്സായിപ്പോയി. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് വെയിറ്റ് ചെയ്തു. ഇനി എന്തെങ്കിലും ഒരു അതിനകത്ത് എൻട്രി ഉണ്ടെങ്കിൽ എൻട്രി ചെയ്യാമെന്ന് വിചാരിച്ച് ജസ്റ്റ് വെയിറ്റ് ചെയ്തു. അഫ്കോഴ്സ് നമ്മൾ റിസ്ക് റിവാർഡ് എന്താണ്, കുറച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് അലേർട്ട് ഇട്ടു. ഓക്കെ, അലേർട്ട് ട്രിഗർ ആയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു റേഞ്ചിൽ ഈ ഒരു റേഞ്ചിൽ എഗെയിൻ ഒരു ഫ്ലാഗ് പാറ്റേൺ. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ എക്സാക്റ്റ് നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. 1, 2, 3 അല്ലേ. 3 ടൈമിൽ ഇവിടെ തട്ടിയതിന് ശേഷം എന്ത് ചെയ്തു, സെല്ലേഴ്സ് പുഷ് ചെയ്തു. വീണ്ടും എഗെയിൻ ബയേഴ്സ് ഇവിടെ എന്ത് ചെയ്തു, വിൻ ചെയ്തു അല്ലേ. ഈ ഒരു റേഞ്ചിൽ ഞാൻ മാർക്കറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്തത്. ഓക്കെ, അതായത് ഈ ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, അവിടെ എനിക്ക് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് 1 hourൽ എന്തുണ്ട്, ഓൾറെഡി ബുള്ളിഷാണ് അല്ലേ. 1 hourൽ ബുള്ളിഷാണ്. പിന്നെ സ്മോൾ ടൈം ഫ്രെയിമിൽ എന്താണ്, സ്മോൾ ടൈം ഫ്രെയിമിൽ എന്ത് നല്ലൊരു പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിത്തൗട്ട് എനി ഇൻഡിക്കേറ്റേഴ്സ് ഒരു ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ഒരുപാട് യൂസ് ചെയ്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നേക്കാളും നല്ല മൊമെൻ്റ് ഉള്ള സ്റ്റോക്കിൽ നല്ല ഏതെങ്കിലും പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോ, അതോ ഈവൻ വേറെ എന്തെങ്കിലും ഒരുപാട് റീസൺ ഉണ്ട് ഒരു സ്റ്റോക്കിനകത്തേക്ക് എൻ്റർ ചെയ്യാനല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡ് സെറ്റപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രി പോയിന്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻട്രി എടുക്കുക. സ്മോൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്തത്, ഞാനതൊന്ന് സൂം ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ മാർക്കറ്റിൽ ഓർഡർ എടുത്തു. ജസ്റ്റ് 78865 ഓക്കെ, 65 ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എൻട്രി എടുത്തു. ഓൾമോസ്റ്റ് ഓക്കെ, ഇവിടെ ഞാൻ എൻട്രി എടുത്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് 1787 ആയിരുന്നു. ഓക്കെ, ചെറിയ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചത്. കാരണം എനിക്ക് അത്രയും കൺഫേം ആയിട്ട് ഉള്ളൊരു എൻട്രി ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ, യെസ്, ചില സമയങ്ങളിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാറുണ്ട്. ഓക്കെ, അത് പാർട്ട് ഓഫ് ഗെയിമാണ്. ഓക്കെ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ലോസേ വരുന്നുള്ളൂ. പക്ഷേ ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ലോസ് വരുന്നുള്ളൂ. എൻ്റെ റിസ്ക് റിവാർഡ് എന്താണ്, 1:2 അല്ലെങ്കിൽ 3 ആണ്.
ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലെങ്ങാണ്ടോ ആണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് ഞാൻ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ മാർക്കറ്റിൽ കവർ ഓർഡർ ആയിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഞാൻ എക്സിറ്റ് ആയ സമയത്ത് ഓൾമോസ്റ്റ് 91 എങ്ങാണ്ടോ ആണത്. 91.56 എനിക്ക് എക്സിറ്റ് ആകാൻ പറ്റിയത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഓക്കെ, 12:40 ഞാൻ എൻട്രി എടുത്തു അല്ലേ. 12:40 ഞാൻ എൻട്രി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു വിത്തിൻ 4 മിനിറ്റ് അല്ലേ, 4 മിനിറ്റ് 43 അല്ലെങ്കിൽ 4 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ട്രേഡ് ക്ലോസ് ചെയ്തു അല്ലേ. ട്രേഡ് ക്ലോസ് ചെയ്ത സെൻസ് എന്താ, നമുക്ക് ആവശ്യമുള്ളൊരു പ്രോഫിറ്റ് ഇതിനകത്ത് കിട്ടി. ഇനി വേണമെങ്കിൽ നമുക്കൊരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ തന്നെ നിൽക്കാമായിരുന്നു, അല്ലെങ്കിൽ ട്രയൽ ചെയ്യാമായിരുന്നു. അതായത് നമ്മൾ SLനെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് ട്രയൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാനത് ചെറിയൊരു പ്രോഫിറ്റിൽ എന്ത് ചെയ്തു, എക്സിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പൊസിഷൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ഇതാണ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്. ഓക്കെ, ചെറിയ പ്രോഫിറ്റ് ഉള്ളൂ, ഇറ്റ്സ് ഓക്കെ. ബട്ട് നമ്മൾ എന്ത് ചെയ്ത്, നമുക്ക് ഒരു ഏർലി സ്റ്റേജിൽ നമുക്ക് എൻട്രി മിസ്സായി. പിന്നെ നമ്മളൊരു കറക്റ്റ് ടൈം നമുക്ക് കിട്ടിയ സമയത്ത് നമ്മൾ എൻട്രി എടുത്ത സമയത്ത് നമ്മളൊരു 1:2 1:1 ഓൾമോസ്റ്റ് 1:2 റിസ്ക് റിവാർഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതുകൊണ്ട് ഹാപ്പിയാണ്. ഓക്കെ, പിന്നെ മോർണിംഗിൽ ഓൾമോസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ അത് നമ്മൾ ചിന്തിക്കൽ കാര്യമില്ല, കാരണം നമുക്കത് മിസ്സായിപ്പോയി അല്ലേ. കിട്ടിയിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനോ, അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നെ കിട്ടിയിരുന്നു. നല്ല റിസ്ക് റിവാർഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഈ ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മളൊന്ന് ക്വിക്കായിട്ട് മാർക്കറ്റിൽ സ്കാൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്തു. ഓക്കെ, തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി. താങ്ക് യു.